നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന NCERT ടെക്സ്റ്റ് ബുക്കുകളെ കുറിച്ച് ദീർഘകാലമായി പലതരത്തിലുള്ള പരാതികളുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് ചരിത്ര പുസ്തകങ്ങളെക്കുറിച്ച്. ചരിത്ര പുസ്തകങ്ങൾ ഭൂരിഭാഗവും മുഗൾ അധിനിവേശ ചരിത്രം കൊണ്ട് നിറയുമ്പോൾ സമ്പന്നമായ ഭാരതീയ ചരിത്രം പാടെ അവഗണിക്കപ്പെടുന്നതിൽ ദേശീയവാദികൾക്ക് കടുത്ത അമർഷമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന പുതിയ NCERT പാഠപുസ്തകങ്ങളിലെ മാറ്റങ്ങൾ ഇത്തരം പരാതികൾക്ക് ഭാഗികമായെങ്കിലും ഒരു പരിഹാരമാകുന്നുണ്ട്. നിരവധി മുഗൾ ഭരണ പാഠഭാഗങ്ങൾ ഒഴിവാക്കിയതും മറ്റും മാത്രമാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മാറ്റങ്ങൾ വളരെയധികമുണ്ട്. ഇക്കണ്ട കാലം അവഗണിക്കപ്പെട്ട പല ചരിത്ര വസ്തുതകളും പുതിയ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്രസക്തമായ പലതും ഒഴിവാക്കിയിട്ടുമുണ്ട്. ഇത് പെട്ടെന്നുണ്ടായ ഒരു പരിവർത്തനമല്ല. ഒരുപാട് പേരുടെ വർഷങ്ങളുടെ ഗവേഷണങ്ങളും പരിശ്രമവും ഇതിനു പുറകിലുണ്ട്. 2020 വന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അഥവാ NEP ആയിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. വലിയ പ്രതീക്ഷകളോടെയാണ് ദേശീയവാദികൾ NEPയെ വരവേറ്റത്. 5+3+3+4 എന്ന രീതിയിൽ സ്കൂൾ അധ്യയന വർഷങ്ങൾ ക്രമീകരിക്കുക. അതായത് 3 മുതൽ 8 വയസ്സ് വരെയുള്ള 5 വർഷം കളികളിലൂടെയും മറ്റുമുള്ള പഠനം. തുടർന്നുള്ള 3 വർഷം കളികളൊക്കെ അല്പം കുറച്ച് അധ്യയനം അല്പം ഗൗരവമായി വരുന്നു. വിവിധ വിഷയങ്ങൾ പഠിച്ചു തുടങ്ങുന്നു. പിന്നെ 11 മുതൽ 14 വരെയുള്ള വയസ്സിൽ വ്യത്യസ്ത വിഷയങ്ങളുടെ ഗൗരവതരമായ പഠനം. തുടർന്നുള്ള 4 വർഷങ്ങളിൽ താല്പര്യമുള്ള വിഷയങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് ആ വിഷയങ്ങളിൽ കുറെ കൂടി ആഴത്തിലുള്ള പഠനം. ഇതായിരുന്നു NEP പ്രകാരം സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനപരമായ ഘടന. പഠനത്തിൽ അതാത് പ്രദേശങ്ങളിലെ മാതൃഭാഷയ്ക്ക് മുൻഗണന, അത്യാവശ്യം തൊഴിൽപരമായ പരിശീലനം, ബേസിക് ഡിജിറ്റൽ അവഗാഹം എന്നിങ്ങനെ പല ബേസിക് സ്കില്ലുകളും NEP ഉറപ്പു നൽകുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഭാവനാപൂർണമായ പോളിസിയുടെ യഥാർത്ഥത്തിലുള്ള സാക്ഷാത്കാരം ഇത്രയും കാലം ഒച്ചിഴയുന്ന വേഗത്തിലായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. അങ്ങനെ 2023 ഓഗസ്റ്റിൽ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ അഥവാ NCF-SE 2023 എന്ന പേരിൽ NEP എന്ന ഭാവനാപൂർണമായ ആശയത്തിന് പ്രായോഗികപരമായ ചട്ടക്കൂടുകൾ നിഷ്കർഷിക്കപ്പെട്ടു. ഈ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ തയ്യാറാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. അതിൽ ഭാരതീയ ജ്ഞാനപാരമ്പര്യം മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ സമഗ്രമായ ഉള്ളടക്കത്തിന് ധാരണയായി. ആ നടപടികളുടെ ഫലമായി കുട്ടികളുടെ പഠനഭാരം ലഘൂകരിക്കാൻ പല പാഠഭാഗങ്ങളുടെയും ആവർത്തനങ്ങളും പ്രസക്തമല്ലാത്തതുമായ ഭാഗങ്ങൾ ഒഴിവാക്കപ്പെട്ടു. 12ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ബാബറി മസ്ജിദ് തകർക്കൽ, ഗുജറാത്ത് കലാപം, നിയമപരമായി നിലനിൽക്കാത്ത ഗാന്ധിവധം RSS വിഷയം, അതുപോലെ 11ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കശ്മീർ സ്വയംഭരണ പ്രദേശമാണ് എന്ന പരാമർശം, നക്സലൈറ്റ് ഭീകരരെ കുറിച്ചുള്ള ഭാഗങ്ങൾ, മുഗൾ നീതിന്യായ കോടതികളെ കുറിച്ചുള്ള പാഠങ്ങൾ, ജനാധിപത്യത്തിനെതിരെയുള്ള വെല്ലുവിളികൾ എന്ന രാഷ്ട്രീയ പ്രേരിതമായ പാഠങ്ങൾ എന്നിങ്ങനെ 2023 തന്നെ ഏതാണ്ട് 30% ആവർത്തന വിരസവും അപ്രസക്തവുമായ പാഠഭാഗങ്ങളാണ് ഒഴിവാക്കപ്പെട്ടത്. അതിനുശേഷം ഇപ്പോഴാണ് പാഠപുസ്തകത്തിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ആദ്യം മുഗൾ കാലഘട്ടത്തിലെ ചരിത്രം. മുഗൾ ചക്രവർത്തിമാർ അവർ തകർത്ത ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കാനായി ഗ്രാൻഡുകൾ നൽകിയിരുന്നു എന്ന അക്കാലത്തെ ടെക്സ്റ്റ് ബുക്കിലെ പരാമർശത്തിന്റെ സോഴ്സ് ചോദിച്ചുകൊണ്ടുള്ള ഒരു വിവരാവകാശമായിരുന്നു നമ്മൾ പൊതുജനത്തെ സംബന്ധിച്ച് ഇതിന്റെ എല്ലാം തുടക്കം. മറുപടിയായി അത്തരമൊരു സംഭവത്തെക്കുറിച്ച് യാതൊരു സോഴ്സും ലഭ്യമല്ല എന്ന മറുപടിയാണ് NCERT അന്ന് നൽകിയത്. അതായത് അടിസ്ഥാനരഹിതമായ പച്ചക്കള്ളമാണ് കേവലം മതപ്രീണനത്തിന് വേണ്ടി കുട്ടികളുടെ പാഠപുസ്തകത്തിൽ അച്ചടിച്ചു വെച്ചിരുന്നത്. ചരിത്ര പാഠപുസ്തകങ്ങളുടെ സിംഹഭാഗവും മുഗൾ ചരിത്രം നിറച്ചു വെച്ചിരുന്നപ്പോൾ മുഗളരെ പ്രതിരോധിച്ചവർ പുതുതലമുറകളാൽ അറിയപ്പെടാതെ വിസ്മൃതിയിലേക്ക് മറഞ്ഞു. അതുപോലെ തന്നെയാണ് ബ്രിട്ടീഷ് ചരിത്രവും. കോളനിവൽക്കരണവും ജാലിയൻവാലാബാഗും ഒക്കെ പരാമർശിച്ച പുസ്തകങ്ങൾ പക്ഷെ പഠിച്ചിറങ്ങുന്ന കുട്ടികളിൽ ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ടാണ് പ്രാകൃതരായ ഭാരതീയർ ആധുനികരായത് എന്നും ബ്രിട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ റെയിൽവേയും തപാൽ വകുപ്പും പോലും ഉണ്ടാവില്ലായിരുന്നു എന്നുമുള്ള അബദ്ധ ധാരണകളോടെയാണ് പഠിച്ചിറങ്ങുന്നത്. കാരണം ഭാരതീയമായ നന്മകളെയെല്ലാം അവഗണിച്ചും ഇവിടെ നിലനിന്ന ചില അനാചാരങ്ങളെ പെരുപ്പിച്ചു കാണിച്ചുകൊണ്ടുമുള്ള പാഠ്യപദ്ധതിയായിരുന്നു ഇക്കണ്ട കാലം നിലനിന്നത്. അപ്പോൾ പിന്നെ ഇപ്പോഴീ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഓരോന്നായി പറയാം. ബാബർ, അക്ബർ, ഔറംഗസേബ് എന്നിങ്ങനെയുള്ള മുഗൾ ചക്രവർത്തിമാർ ഭാരതത്തെ കൊള്ളയടിച്ചവർ കൂടിയാണ് എന്ന് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ പരാമർശിച്ചിരിക്കുന്നു. ആർക്കിടെക്ചർ, കവിതകൾ, സസ്യജന്തുജാലങ്ങൾ എന്നിവയിൽ വലിയ താല്പര്യമുണ്ടായിരുന്ന ബാബർ അതേസമയം തന്നെ ക്രൂരനായ അധിനിവേശക്കാരനും ജനസമൂഹങ്ങളെ നിർദ്ദയം കശാപ്പ് ചെയ്തവനും കൂട്ടക്കൊലക്കിരയായ മനുഷ്യരുടെ തലയോടുകൾ കൂട്ടിയിട്ട് ഗോപുരങ്ങൾ തീർക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയവനുമായിരുന്നു എന്ന് പരാമർശമുണ്ട്. ബാബറിന്റെ സ്വന്തം ആത്മകഥയായ ബാബർനാമ തന്നെയാണ് ഇതിനെല്ലാം റെഫറൻസ്. എന്ന് വെച്ചാൽ ഇതെല്ലാം ബാബർ തന്നെ എഴുതി വെച്ചതാണ്. അക്ബറിന്റെ കാലഘട്ടത്തിൽ ഭാഗികമായി സഹവർത്തിത്വം നിലനിന്നെങ്കിലും കൊടിയ ഭീകരതയും നടമാടിയിരുന്നുവെന്നും പാഠപുസ്തകം പറഞ്ഞു വെക്കുന്നു. തന്റെ 25ാം വയസ്സിൽ ചിത്തോടിലെ കോട്ട പിടിച്ചടക്കിയ അക്ബർ 30,000 സർവ്വസാധാരണക്കാരായ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യാൻ ഉത്തരവിട്ടതും സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം അടിമകളാക്കാൻ കൽപ്പിച്ചതും ആധികാരിക റെഫറൻസുകളോടുകൂടി പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിനോടൊപ്പം അക്ബർ സ്വയം എഴുതിയ ഒരു സന്ദേശം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ സന്ദേശം ഏതാണ്ട് ഇങ്ങനെയാണ്: കാഫിറുകളിൽ നിന്ന് അനേകം കോട്ടകൾ പിടിച്ചടക്കുന്നതിലും അവിടങ്ങളിൽ ഇസ്ലാം സ്ഥാപിക്കുന്നതിലും നമ്മൾ വിജയിച്ചിരിക്കുന്നു.
നമ്മുടെ രക്തദാഹിയായ വാളുകളുടെ ബലത്തിൽ ആ കാഫിറുകളുടെ മനസ്സിൽ നിന്നും അവിശ്വാസത്തിന്റെ അവസാന അംശം പോലും നമ്മൾ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. അവരുടെ ഗ്രാമങ്ങളിൽ മാത്രമല്ല, ഹിന്ദുസ്ഥാനിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ക്ഷേത്രങ്ങൾ നമ്മൾ തകർത്തു. അക്ബർ സ്വയം എഴുതിയ സന്ദേശമാണ്. ഇത്രയും കാലം നമ്മൾ പഠിച്ച അക്ബറിന്റെ മുഖം ഇങ്ങനെയായിരുന്നോ? അല്ല, മതപ്രീണനത്തിന് വേണ്ടി സെൻസർ ചെയ്യപ്പെട്ട ചരിത്രമായിരുന്നു ഇക്കണ്ട കാലം നമ്മൾ പഠിച്ചത്. തീർന്നില്ല. തുടർന്നുള്ള അധ്യായങ്ങളിൽ ഔറംഗസേബ് കാശി, മധുര, സോമനാഥ് മുതലായ ക്ഷേത്രങ്ങളും നിരവധി സിഖ് ഗുരുദ്വാരകളും ജൈന ക്ഷേത്രങ്ങളും തകർക്കാൻ ഉത്തരവിട്ട സംഭവങ്ങളും പരാമർശിക്കുന്നുണ്ട്. മുഗളർ സൂഫികളെയും പാഴ്സികളെയും വരെ കൂട്ടക്കൊല ചെയ്ത സംഭവങ്ങളെക്കുറിച്ചും പാഠപുസ്തകം പറഞ്ഞു വയ്ക്കുന്നു. മുഗൾ അക്രമങ്ങൾ മാത്രമല്ല പുതുതായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുഗൾ അധിനിവേശത്തിനെതിരെ ധീരോദാത്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയ ഭാരതീയ ചക്രവർത്തികളെക്കുറിച്ചും ജനവിഭാഗങ്ങളെക്കുറിച്ചും ആദ്യമായി വിശദമായ പാഠഭാഗങ്ങൾ ചേർക്കപ്പെട്ടിരിക്കുന്നു. മുഗൾ ഉദ്യോഗസ്ഥനെ വധിച്ച ജാട്ട് കർഷകർ, സ്വന്തം പ്രദേശങ്ങൾ സംരക്ഷിക്കാൻ പൊരുതിയ ഭീൽ, ഗോണ്ട്, സന്താൾ, കോച്ച് മുതലായ വനവാസി വിഭാഗങ്ങൾ, അക്ബറിനെതിരെ പൊരുതിയ റാണി ദുർഗാവതി, മേവാഡിലെ മഹാറാണ പ്രതാപ്, വടക്ക് കിഴക്കൻ പ്രദേശത്തെ അഹോം വംശം എന്നിങ്ങനെ മുൻ വർഷങ്ങളിൽ അവഗണിച്ചു കളഞ്ഞ പല ധീരരായ ഭാരതീയ ചരിത്ര പുരുഷന്മാരെക്കുറിച്ചും ചരിത്ര സംഭവങ്ങളെക്കുറിച്ചും ഇനി കുട്ടികൾ പഠിക്കും. മുൻകാലങ്ങളിൽ ബോധപൂർവം അവഗണിച്ചു കളഞ്ഞിരുന്ന ഛത്രപതി ശിവാജിയും സംഭാജിയും ഇനി അക്കാഡമിക് പഠനത്തിന്റെ ഭാഗമാണ്. ഒരു അധ്യായം തന്നെ മുഗളർക്കെതിരെ ഉണ്ടായ മറാത്ത മുന്നേറ്റങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നു. ശിവാജിയുടെ നാവികസേനാ സ്ഥാപനം 18-ാം നൂറ്റാണ്ടിൽ അഹല്യാബായ് ഹോൾക്കർ വടക്ക് കേദാർനാഥ് മുതൽ തെക്ക് രാമേശ്വരം വരെ ഭാരതത്തിൽ ഉടനീളം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, വാരണാസിയിലും സോമനാഥിലും മുഗളർ തകർത്ത ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം എന്നിങ്ങനെ മുൻകാലങ്ങളിൽ വിദ്യാർത്ഥികളിൽ നിന്നും മറച്ചുവെക്കപ്പെട്ട പലതും പുതിയ പാഠപുസ്തകം തുറന്നു കാട്ടുന്നു. ഇത്രയും മുഗൾ കാലഘട്ടത്തെക്കുറിച്ച്. ഇനി ബ്രിട്ടീഷ് കാലഘട്ടം. ബ്രിട്ടീഷുകാർ കൊളോണിയലിസ്റ്റുകളാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ബ്രിട്ടീഷുകാരെ മണ്ണിൽ നിന്ന് കൊള്ളയടിച്ചതിന്റെ അളവിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് നമ്മുടെ ചരിത്ര പാഠപുസ്തകങ്ങൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ടോ? സ്കൂളുകളിൽ നിന്നും ചരിത്രം പഠിക്കുന്ന എത്ര കുട്ടികൾ ഈ ഭൂമികയുടെ ചരിത്രത്തിൽ അഭിമാനിച്ചുകൊണ്ട് പഠിച്ചിറങ്ങുന്നുണ്ട്? ഇന്നും പല വലിയ സ്കൂളുകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഈ മണ്ണിനോടും ഈ മണ്ണിന്റെ ചരിത്രത്തോടും സംസ്കൃതിയോടും എന്തിന് സ്വന്തം മാതൃഭാഷയോട് പോലും അവജ്ഞയും അനിഷ്ടവും മനസ്സിൽ കയറിക്കൊണ്ടാണ് പഠിച്ചിറങ്ങുന്നത്. അഭിമാനിക്കാൻ ഇവിടെ എന്തുണ്ടായിരുന്നു എന്നാണ് അവരുടെ ഉപബോധ മനസ്സ് സദാ വിലപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പുതിയ പുസ്തകം വരുമ്പോൾ ബ്രിട്ടനും ഹോളണ്ടുമൊക്കെ വലിയ വ്യാവസായിക ശക്തികളായത് ഈ ഭാരതത്തിൽ നിന്നും കൊള്ളയടിച്ച സമ്പത്ത് കൊണ്ടായിരുന്നുവെന്ന് വരും തലമുറ പഠിക്കും. അതുപോലെ വൈദേശിക ഭരണത്തിന്റെ യഥാർത്ഥ മുഖമുദ്ര കൊള്ളയും സാമാന്യ ജനത്തിന്റെ ചൂഷണവും കൊളോണിയൽ നീതിന്യായ വ്യവസ്ഥയുടെ അടിച്ചേൽപ്പിക്കലും അതുപോലെ ക്രിസ്തീയതയിലേക്കുള്ള നിർബന്ധിത മതപരിവർത്തനവുമായിരുന്നുവെന്ന് ബോധ്യമുള്ള ഒരു തലമുറ വളർന്നു വരും. മോഡേൺ ഇംഗ്ലണ്ട് കെട്ടിപ്പടുത്തത് തന്നെ ഭാരതത്തിന്റെ പണം കൊണ്ടാണ്. 1765 മുതൽ 1938 വരെയുള്ള 173 വർഷക്കാലം കൊണ്ട് ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ നിന്ന് കൊള്ളയടിച്ചത് 45 ലക്ഷം കോടി ഡോളറാണ് എന്ന JNU ഇടത് ഇക്കണോമിസ്റ്റ് ഉത്സ പട്നായിക്കിന്റെ പഠനം. ഇവിടുന്ന് ഊറ്റിയ ഈ 45 ലക്ഷം കോടി ഡോളറിൽ നിന്ന് അല്പം എടുത്താണ് ബ്രിട്ടീഷുകാർ ഇവിടെ ഈ റെയിൽവേയും തപാൽ വകുപ്പും ഒക്കെ ഉണ്ടാക്കിയത്. അതും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ചെലവിൽ. ഭാരതീയരെ പണം നൽകി ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ അനുവദിച്ചതും നമ്മുടെ ചെലവിൽ ഈ സംവിധാനങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലനിർത്താനായിരുന്നു. ഇതുപോലെ തന്നെയായിരുന്നു മൊത്തം ബ്രിട്ടീഷ് ഭരണ സംവിധാനം. നമ്മെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ചെലവ് നടത്തിയിരുന്നത് നമ്മളിൽ നിന്ന് തന്നെ നികുതിയായി ഊറ്റിയ പണം കൊണ്ടായിരുന്നു. കോളനിവൽക്കരണത്തിന് മുന്നേ ഭാരതത്തിൽ തദ്ദേശീയമായി നിലനിന്നിരുന്ന ഇരുമ്പ്, ടെക്സ്റ്റൈൽ പോലെയുള്ള ലോകോത്തര നിലവാരമുണ്ടായിരുന്ന വ്യവസായങ്ങൾ എങ്ങനെ ബ്രിട്ടീഷ് ഭരണം തകർത്തു? തദ്ദേശീയമായ ഗ്രാമീണ ജനതയുടെ സുസ്ഥിരമായ ഭരണ സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് ഒരു കേന്ദ്രീകൃത ബ്യൂറോക്രസി സംവിധാനം അടിച്ചേൽപ്പിക്കപ്പെട്ടു. ഈ ബ്യൂറോക്രസിയുടെ അടിച്ചേൽപ്പിക്കലാണ് ഇന്നും സാമാന്യ ജനത്തിന് ഭരണസേവനങ്ങളും നീതിന്യായ വ്യവസ്ഥയും അപ്രാപ്യമാവും വിധം സങ്കീർണവും ചെലവേറിയതും ടൈം കൺസ്യൂമിംഗുമാക്കി തീർത്തത്. പഴയകാല ഗുരുകുലങ്ങളും പാഠശാലകളും വിഹാരങ്ങളും അന്നത്തെ ഇളം തലമുറയ്ക്ക് ജീവിതഗന്ധിയായ പ്രായോഗിക പാഠങ്ങളും മൂല്യബോധങ്ങളും പകർന്നു നൽകിയിരുന്നു. അത്തരത്തിൽ ലക്ഷക്കണക്കിന് പാഠശാലകൾ എപ്രകാരമാണ് ബ്രിട്ടീഷുകാർ സിസ്റ്റമാറ്റിക്കായി തകർത്തു കളഞ്ഞത്? എഴുത്തും വായനയും കണക്കും ഉൾപ്പെടെ ഒരു പ്രൈമറി സ്കൂളിൽ ലഭ്യമായ എല്ലാ അധ്യയനവും ബ്രിട്ടീഷുകാർക്ക് മുൻപും ഇവിടങ്ങളിൽ നടന്നിരുന്നു. അത്തരം 1.5 ലക്ഷത്തോളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ബ്രിട്ടീഷ് കാലത്ത് ബംഗാളിലും ബീഹാറിലും മാത്രം ഇല്ലാതായത്. ഇങ്ങനെ എന്തെല്ലാം നമ്മളിൽ നിന്ന് ഇക്കണ്ട കാലം മറച്ചു പിടിക്കപ്പെട്ടു. എന്തിനു വേണ്ടി? ബ്രിട്ടീഷ് താല്പര്യങ്ങൾക്ക് വേണ്ടിയും ബ്രിട്ടീഷ് വിധേയത്വമുള്ള ഒരു വിഭാഗത്തെ വാർത്തെടുക്കാനും വേണ്ടിയാണ് ബ്രിട്ടീഷ് വിദ്യാഭ്യാസം അടിച്ചേൽപ്പിച്ചത്. ഇത് പറഞ്ഞത് മെക്കാളെ പ്രഭുവാണ്. ഇനി അതും കുട്ടികൾ പഠിക്കും. ഇതെല്ലാം കൊണ്ട് ഭാരതീയ വിദ്യാഭ്യാസ വ്യവസ്ഥിതി മാത്രമായിരുന്നില്ല തകർന്നത്. നമ്മൾ നമ്മുടെ ഭാഷകളിൽ നിന്നകന്നു, സംസ്കൃതിയിൽ നിന്നകന്നു. നമ്മുടെ ഭാഷ സംസാരിക്കുന്നത് കുറച്ചിലും ഇംഗ്ലീഷ് അഭിമാനവുമായി മാറി. നമ്മൾ നമ്മുടെ വേരുകളിൽ നിന്നകന്നു. ഇവിടെയും തീരുന്നില്ല. നമ്മൾ വാസ്കോഡി ഗാമ കോഴിക്കോട് വന്നിറങ്ങിയത് പഠിച്ചു.
എന്നാൽ അയാൾ നടത്തിയ കണ്ണില്ലാത്ത ക്രൂരതകൾ നമ്മൾ എത്ര കണ്ട് പഠിച്ചു. ഗാമയും പോർച്ചുഗീസുകാരും തദ്ദേശീയ ജനതയെ ക്രിസ്തീയതയിലേക്ക് മതം മാറ്റാൻ വേണ്ടി നടത്തിയ രക്തം മരവിക്കുന്ന ക്രൂരതകൾ. 1765 ഫ്രഞ്ച് ഗവർണർ ജനറൽ ഫ്രാൻസിസ് ഡ്യൂപ്ലെക്സ് തകർത്ത പോണ്ടിച്ചേരിയിലെ വേദപുരീശ്വരം ക്ഷേത്രം. ഇങ്ങനെ ഒരുപാട് വിവരങ്ങൾ ഇനി കുട്ടികൾ ചരിത്ര പുസ്തകത്തിൽ പഠിക്കും. IIT ഗാന്ധിനഗറിലെ പ്രൊഫസറായ ഫ്രഞ്ച് ചരിത്രകാരൻ മിഷേൽ ഡാമിനോ ആണ് പാഠപുസ്തകങ്ങളുടെ ഉള്ളടക്കത്തിൽ വരുത്തേണ്ട ഈ മാറ്റങ്ങൾ നിർണയിച്ച സംഘത്തെ നയിച്ചത്. ഭാരത ചരിത്രത്തെ വളരെ സ്മൂത്തായും സംഘർഷങ്ങളെ ലഘൂകരിച്ചു കാണിച്ചുകൊണ്ടും അനായാസേന പരിണമിച്ചു വന്ന ഒരു സാനിറ്റൈസ്ഡ് ചരിത്രമായി കുട്ടികളെ പഠിപ്പിക്കുന്നത് നീതികേടാണ് എന്നാണ് പുതിയ പാഠപുസ്തകം പുറത്തിറങ്ങിയ ശേഷം മിഷേൽ ഡാമിനോ പ്രതികരിച്ചത്. ഇപ്പോഴത്തെ തലമുറയെ ആ തിക്തമായ ഭൂതകാലത്തിന്റെ ഉത്തരവാദികളായി ചിത്രീകരിക്കുന്നത് ശരിയല്ലെങ്കിലും അതിന്റെ പേരിൽ ചരിത്ര വസ്തുതകൾ മറച്ചുപിടിക്കുന്നത് അതിലും വലിയ ശരികേടാണ് എന്നും അദ്ദേഹം പറഞ്ഞു. 13-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രമാണ് ഇത്രയും കാലം ഏറ്റവും അധികം വസ്തുതകൾ മറച്ചുപിടിച്ചും പല ഇല്ലാക്കഥകൾ കൂട്ടിച്ചേർത്തും വികലമായി പഠിപ്പിച്ചിരുന്നത്. അതിനാൽ തന്നെ അത്തരം അപനിർമ്മിതികൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് പുതുതലമുറയ്ക്ക് കൂടുതൽ ക്ലാരിറ്റിയും ചരിത്രപരമായ ദിശാബോധവും നൽകാൻ പുതിയ പുസ്തകങ്ങൾക്ക് സാധിക്കുമെന്ന് NCERT പത്രക്കുറിപ്പ് വഴി പ്രസ്താവിച്ചു. നോക്കൂ, എന്തെല്ലാം കളവുകൾ നമ്മളെല്ലാം ഉറക്കമിളച്ചിരുന്ന് പഠിച്ചുകൂട്ടി. ആ കളവുകൾ പരീക്ഷാ പേപ്പറിൽ എഴുതി മാർക്ക് വാങ്ങി. അതേസമയം എന്തെല്ലാം വസ്തുതകൾ നമ്മളിൽ നിന്നും മറച്ചുവെക്കപ്പെട്ടു. അങ്ങനെ പഠിച്ചുകൂട്ടിയ കളവുകളും മറച്ചുവെക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളും കൂടി എത്രയെത്ര തലമുറയാണ് മനസ്സിലും ബുദ്ധിയിലും നമ്മളൊരു തോറ്റുപോയ പ്രതീക്ഷയറ്റ ജനതയാണ് എന്ന അപകർഷതാബോധം പേറി ജീവിച്ചത്. ആ അപകർഷതാബോധം നിരന്തരം നമ്മെ വലിയ സ്വപ്നങ്ങൾ കാണുന്നതിൽ നിന്നും വലുതായി ചിന്തിക്കുന്നതിൽ നിന്നും നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇതിന്റെ എല്ലാം മൂലകാരണം നമ്മുടെ മഹത്തായ ചരിത്ര പാരമ്പര്യങ്ങൾ മറച്ചുപിടിച്ച് പാരതന്ത്ര്യത്തിന്റെ ചരിത്രം മാത്രം പഠിപ്പിച്ച ഈ പാഠപുസ്തകങ്ങളായിരുന്നു. ആ അപകർഷതാബോധങ്ങളുടെയും ബൗദ്ധികമായ വൈദേശിക വിധേയത്വത്തിന്റെയും കാർമേഘങ്ങൾ നീങ്ങിത്തുടങ്ങി. ഇനി യഥാർത്ഥ അറിവിന്റെയും ആത്മവിശ്വാസത്തിന്റെയും സ്വർണ്ണ വെളിച്ചം നിത്യനൂതനമായ ഈ സംസ്കൃതിയുടെ ജ്ഞാനവിഹായസിൽ നിന്നും വീണ്ടും ഈ ഭൂമികയിൽ പതിച്ചു തുടങ്ങട്ടെ. ഒരു കാലത്ത് വിശ്വത്തിനു മേൽ ചിറക് വിരിച്ചു നിന്ന ഭാരതം എന്ന സുവർണപ്പറവ വീണ്ടും ചിറകടിച്ചു ഉയരട്ടെ. നമസ്കാരം.